ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഡിസംബർ 2024 അവസാനിക്കുന്നതിന് മുൻപ്, അതായത് ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരാനായിട്ട് പോകുന്നത്, ഇപ്പോഴുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ഏത് തരത്തിലാണ്, എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ രണ്ടുപേരും സെപ്പറേഷനിൽ ഇരുന്നിട്ടുള്ള വ്യക്തികളായിരിക്കണം. അതായത് നിങ്ങളുടെ ഒരു സെപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവണം. കുറച്ചൊരു ടൈം പീരീഡ് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ അകന്ന് തന്നെ കഴിയുന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ ഒരുപാട് ആലോചിച്ച് ഒരു വ്യക്തമായ ഡിസിഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എടുത്തതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് കൊണ്ടുപോകാൻ സാധിക്കുമോ, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഭാവി ഉണ്ടോ, അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ആസ്പെക്റ്റും ചിന്തിച്ച് കൊണ്ടിരുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ഉചിതമായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ പോലും ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പേഴ്സൺ വാച്ച് ചെയ്യുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടായിരിക്കാം ചോദിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫാമിലി വൈസ് അറിയുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരുപാട് ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നല്ല പോലെ ഈ ഒരു പേഴ്സൺ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നെല്ലാം വളരെ ഈഗർലി അറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഇതിൽ നിന്ന് പുറത്തു പോയ വ്യക്തിയാണ്. ചിലപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പീരീഡ് വന്ന സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഡിസിഷൻ ഈ ഒരു പേഴ്സൺ എടുക്കാൻ കഴിയാതെ വന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അവരെ ഉപേക്ഷിച്ച് മറ്റൊരു ചോയ്സിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് ആ സമയത്ത് ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു പേഴ്സൺ ആ ടൈമിൽ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ലീവ് ചെയ്ത് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ മുഖത്ത് നോക്കി ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ലീവ് ചെയ്യുകയാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് മിണ്ടാതെ പോയ ഒരു പേഴ്സണും ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റൊരു ചോയ്സിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയാം. അപ്പോൾ അന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തത് കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിക്കാത്തതിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു റിഗ്രറ്റ് ഉണ്ട്. അവർക്ക് അതിനെക്കുറിച്ചൊരു കുറ്റബോധം ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു സമയത്ത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു കാര്യം തെറ്റായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, ഇപ്പോൾ ഇവർ ഒരു ഉചിതമായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഒരു സമയത്തെല്ലാം നിങ്ങൾ ഇവരോട് കൂടുതലൊരു ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അതിനൊന്നും ഉത്തരം തരാനായിട്ട് കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സൗകര്യപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും അവർ ആ ഒരു സമയത്ത് ബിഹേവ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരൊരു പ്രോപ്പർ ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്, അവർ നിങ്ങളെ ഉപേക്ഷിച്ച് ഏത് സിറ്റുവേഷനിലേക്കാണോ പോയിട്ടുള്ളത് അവിടെ അവരുടെ ഒരു കംപ്ലീറ്റ് എനർജിയും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർ വർക്ക് ചെയ്തതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയർ ഓറിയൻറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗത്ത് അവരവരുടെ ഫുൾ എഫേർട്ട് കൊടുത്ത് നിന്നിരുന്നു. നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവർ അത്രയും എഫേർട്ട് ഇട്ടതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യക്തികൾ
ഇവരെക്കുറിച്ചുള്ള ഒരു റിയലൈസേഷൻ ഇപ്പോൾ ആ ഒരു പേഴ്സണ് നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പലരുടെയും വിചാരം എന്ന് പറയുന്നത് ഈ ഒരു ചോയ്സ് ആയിരിക്കും എനിക്ക് ബെസ്റ്റ് വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ മറ്റേതിനേക്കാൾ കുറച്ചും കൂടി ഞാൻ ഉയരാൻ പോകുന്നത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും എന്നുള്ളൊരു തോന്നലിലാണല്ലോ തീർച്ചയായിട്ടും മറ്റൊരു വഴിയിലൂടെ പോകുന്നത്. പക്ഷേ അതിന് തക്കതായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചോയ്സിലൂടെ പോയിട്ടും ലൈഫിൽ ഒന്നും ആവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരെങ്കിലും ട്രസ്റ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു പേഴ്സൺ അല്ല അപ്പുറത്തുള്ളത് എന്നുള്ള ഒരു കാര്യം തിരിച്ചറിയുക. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മണി മൈൻഡായിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊന്നും ആവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് പിന്നീടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ളത് ചിലർക്കൊരു വ്യക്തിയായിരിക്കും, ചിലർക്ക് വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു തിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ചേർന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് സ്പോയിൽ ചെയ്യുന്നുള്ള രീതിയിലോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സഹവാസം ഈ ഒരു പേഴ്സൻ്റെ കരിയർ സ്പോയിൽ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു തിരുത്തുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബ്രെയിൻ വാഷ് ചെയ്ത് വിടുക എന്ന് പറയുന്നത് പോലെ മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു പേഴ്സണെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ച വ്യക്തികളായെന്നും വരാം. ചിലർക്കായിരിക്കും ഇതൊരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റൊരു പാത്ത് ഈ ഒരു പേഴ്സൺ ചൂസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്ന് വിചാരിച്ചൊരു റിസൾട്ട് കിട്ടിയില്ല. ഇനി അഥവാ അവർ വിചാരിച്ച പോലെ ഒരു രീതിയിൽ അവർക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാലും മാനസികമായിട്ട് ആ ഒരു നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് നമ്മൾ പറയില്ല, അല്ലെങ്കിൽ എല്ലാം നേടിക്കഴിഞ്ഞാലും നമ്മളൊന്നുമല്ല, ഞാൻ ഇതിനൊക്കെ വേണ്ടിയായിരുന്നു ഇത്രയും നാളും കഷ്ടപ്പെട്ടത് എന്നുള്ള ആ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇവർ ആ ഒരു ജഡ്ജ്മെന്റ് പീരീഡിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് തന്നെ പറയാം. അതായത് ചില കാര്യങ്ങൾ നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു തന്നാലോ അല്ലാന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തന്നാലോ ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മളുടെ ലൈഫിലേക്ക് അത് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും അതെന്താണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ അനുഭവത്തിലൂടെ വരുമ്പോഴായിരിക്കും പഠിക്കുക. മറ്റാരെങ്കിലും പറഞ്ഞു തന്നാലൊന്നും സ്വീകരിക്കാത്ത വ്യക്തിയായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുള്ളത്. അപ്പം അതായത് ഇവർക്ക് തന്നെ ലൈഫിൽ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. റീസെൻ്റ്ലി സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ്, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കുറച്ചും കൂടി ഒരു ഡ്യൂറേഷൻ നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച ഉണ്ടായിട്ട് കുറച്ചധികം നാളുകൾ തന്നെ ആയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ എല്ലാം ഇവർ സഞ്ചരിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവർ വേറെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് ഫീലിംഗ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അനുഭവിച്ചിരുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു സിറ്റുവേഷൻ ഒട്ടും തൃപ്തികരമല്ലാതെ അവർ കൊണ്ടുപോയിരുന്നൊരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആദ്യകാലത്ത് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് അത് ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി ശ്രമിച്ചൊരു വ്യക്തി തന്നെയാണ് പിന്നീട് ആ ഒരു സിറ്റുവേഷൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സ് അവർ മനസ്സിലാക്കി കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ബിറ്റർ എക്സ്പീരിയൻസസ് അവരുടെ ലൈഫിൽ ഉണ്ടാവണം എന്നുള്ളൊരു നിയോഗം ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റം ഈ ഒരു പേഴ്സണ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി ഇപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിരിക്കുന്നതല്ല, വളരെ ആലോചിച്ച് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് വശങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു ഉചിതമായിട്ടുള്ള ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ പഴയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിച്ച് വരുന്ന വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ചിലപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ കുഴങ്ങിയിരുന്നൊരവസ്ഥയായിരിക്കാം, അങ്ങനെ എന്തും, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ആക്കി, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് നമ്മൾ പറയുന്നത് പോലെ അത് മുഴുവൻ പൂർത്തിയാക്കി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് പ്രതീക്ഷിച്ച് വരാനായിട്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് തന്നെ ഇവരുടെ മനസ്സിനകത്ത് ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അവർ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് സ്പൈ ചെയ്തിരുന്നതെല്ലാം അതുകൊണ്ട് തന്നെയായിരിക്കാം. ഇനി അതുപോലെ നമുക്കിവിടെ ആ ഒരു മെയിൻ ഒറാക്കിൾ കാർഡ്സ് നോക്കിക്കഴിഞ്ഞാലും കാണാം, 3 ഒറാക്കിൾ കാർഡ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആ ഒരു ഇൻറ്റ്യൂഷൻ എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇത്രയും നാളും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിൻ വാഷ് ചെയ്യാനെല്ലാം ആളുകളുണ്ടായിരുന്നു. പലരുടെ വാക്കുകൾ ചിലപ്പോൾ കേട്ടിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്നൊരു സമയത്ത് പോലും
പല കാര്യങ്ങൾ പറഞ്ഞ് ഡിബേറ്റ് ചെയ്യാനായിട്ട് പല വ്യക്തികൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് അവരുടെ ഒരു ഇന്നർ വോയിസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മനസ്സ് എന്ത് പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ശരിയെന്ന് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഒരു വാല്യൂ ഉണ്ടാകുന്നത്. നമ്മളുടെ മനസ്സ് പറയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാണ്, അല്ലെങ്കിൽ അതാണ് നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞു തരുമ്പോൾ ആ ഒരു വാക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം മറ്റാരുടെയും വാക്കുകൾ അവർ ഈ ഒരു സമയത്ത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാര്യമായിട്ട് ബാധിച്ചിരുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു ശക്തി നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാനും അല്ലെങ്കിൽ ആ ഒരു സെൽഫ് റിയലൈസേഷൻ സംഭവിക്കാനെല്ലാം കാരണമായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ജഡ്ജ്മെൻറ്റ് പീരീഡിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ ഒരു പേഴ്സണ് ഒരു തെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാർഡ്സും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു മിക്സപ്പ് ഓഫ് എനർജീസ് ആയതുകൊണ്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളതുകൊണ്ടും നമുക്കതിൽ നിന്ന് ഇങ്ങനെ കൂടി വായിക്കാം. ഇപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് അകന്നു നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇന്നർ വോയിസ് നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ അതിനുള്ള ചില സിഗ്നൽസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. പതിവില്ലാത്ത രീതിയിൽ നമ്മളുടെ മനസ്സ് തന്നെ നമ്മളോട് പറയുകയാണ് നമ്മൾക്ക് ഒന്ന് ഹാപ്പി ആവാനുള്ളൊരു സമയം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ആരെയാണോ പ്രതീക്ഷിച്ചിരുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സമയമായി എന്നുള്ള ഒരു തോന്നൽ, അതിനുള്ള ചില നമ്മൾ പറഞ്ഞതുപോലെയുള്ള ചില സിഗ്നൽസും കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുക. കുറച്ചും കൂടി നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് അനുഭവിച്ചറിയാൻ സാധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടാവാം. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് റീയൂണിയന് സാധ്യതയുള്ള അല്ലെങ്കിൽ റീയൂണിയൻ വരാൻ പോകുന്ന വ്യക്തികൾക്ക് അതിനുള്ള ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്സ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ഫ്രം ദ വെരി ബിഗിനിങ്, വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അതെല്ലാം അവിടെ എൻഡപ്പ് ചെയ്ത് പുതിയതായിട്ട് ഒരു ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുക എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജിയിലേക്ക് വരികയാണ്. ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ഉണർവ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുതിയൊരു ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ കിടക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. ആൻഡ് ഫൈനലി ആ ഒരു ട്രയംഫ് ആൻഡ് സക്സസ് എന്നുള്ള ഒരു എനർജിയാണ്. ദാറ്റ് മീൻസ് ഒരു ക്ലാരിറ്റിയാണ്. നമ്മൾ ഇത്രയും നാൾ നിഗൂഢമായിട്ട് കടന്നിരുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, എന്ത് തന്നെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ അറിയാനുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോപ്പറായിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള ചിലപ്പോൾ ഇനി ഒരു ഐഡിയ ഇല്ലാത്ത വ്യക്തികളായിരുന്നു നിങ്ങൾ. എന്തൊക്കെയോ നിങ്ങൾക്ക് അറിയാം, പക്ഷേ ക്ലിയർ ആയിട്ട് എന്താ പെട്ടെന്ന് സംഭവിച്ചതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയാനായിട്ട് പോകുന്നതിൻ്റെ ഒരു സൂചന, അല്ലെങ്കിൽ പരസ്പരം ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം പറഞ്ഞ് തിരുത്തുന്നതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. അത് മാത്രമല്ല, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ ആലോചിച്ചിട്ട് നിങ്ങളിലേക്ക് വരാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഒരു എടുത്തുചാട്ടമോ കാര്യമോ ഒന്നുമല്ല, കുറച്ച് നാളുകളായിട്ട് ആലോചിച്ച് ഒരു പ്രോപ്പർ ഡിസിഷനിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വളരെ ക്ലാരിറ്റി തന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് വരുന്ന ഒരു വ്യക്തിയല്ല, എല്ലാം പറഞ്ഞ് നിങ്ങളെയും കൂടി ബോധിപ്പിച്ച് പുതിയൊരു രീതിയിലേക്ക് റിലേഷൻഷിപ്പ് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു 4 ഓഫ് വാണ്ട്സിൻ്റെ എനർജി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ്റെ ഒരു സിമ്പലാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ നമുക്ക് കാണിച്ചു തരാണ്. ചിലവർക്ക് അതൊരു ട്വിൻ ഫ്ലെയിം റീയൂണിയനിൽ പോയിട്ടുള്ള വ്യക്തികളുണ്ടാവും, വളരെ കുറച്ച് ആളുകൾ അങ്ങനെയുള്ളവരായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഒരുപാട് ചിലർ സംബന്ധിച്ചതൊരു സെലിബ്രേഷൻ തന്നെ ആയിരുന്നു വരാം. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു മാരേജ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നിട്ട് അത് നടക്കാതെ പോയിട്ടുള്ള വ്യക്തികളൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു മാരേജ് എന്നുള്ള ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എൻട്രി എന്ന് പറയുന്നത് വെറുതെ സാധാരണമായിട്ട് നിങ്ങളിലേക്ക് വന്ന് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ പിണങ്ങിയിരുന്നു ഒന്ന് മിണ്ടിയേക്കാം എന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. വളരെ കാര്യമായിട്ട് ജീവിതത്തിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടോടുകൂടി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരാൻ എല്ലാ വശം കൊണ്ടും തയ്യാറെടുത്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാനായിട്ട് വിചാരിക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് കാണുന്നത്. മാത്രമല്ല ഈ ഒരു വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു കമ്മിറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഏതൊക്കെ കാര്യത്തിലാണ് ഇവർ പെട്ടിരുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട്
വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നതും ഇപ്പോൾ കെട്ടുപാടുകളെല്ലാം അവർ വിടിയിച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് ആ ഒരു ലാസ്റ്റ് വന്നിരിക്കുന്നതും ആ ഒരു മജീഷ്യൻ, ആ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാറ്റ് മീൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡ്രീംസ് ട്രൂ ആക്കി മാറ്റുന്ന ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും സാധിക്കുന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിനകത്ത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോടുകൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യം. അത് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ പോലെ തന്നെ നിങ്ങളും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയും ആ ഒരു പ്രാർത്ഥന കേൾക്കപ്പെടുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് അത് അംഗീകരിച്ച് തരുന്ന ആ ഒരു ഡിവൈൻ ടൈമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കാം. ചിലർക്ക് വിത്തിൻ 2 hours ആയിരിക്കാം, അല്ലെങ്കിൽ 2 days ആയിരിക്കാം, അല്ലെങ്കിൽ 2 weeks ആയിരിക്കാം. അപ്പോൾ എത്രയും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവർ ഇപ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. വളരെ പ്ലാൻ ചെയ്ത് വളരെ കാര്യമായിട്ടൊരു തീരുമാനമെടുത്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന ആ ഒരു ഡിവൈൻ ടൈം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, കുറച്ചും കൂടി നിങ്ങൾക്കൊരു റെസനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ്. Pisces zodiac sign, number 29, Trivandrum, number 16, Sagittarius zodiac sign, Attam Nakshatram, letter U, letter C, number 11, letter B, number 30 ഉണ്ട്. letter K, തൃക്കേട്ട നക്ഷത്രം, number 6, letter J, അശ്വതി നക്ഷത്രം, number 5, പുണർദം നക്ഷത്രം, March month, letter S, letter F, number 18, Idiki, December month, and finally letter V. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിൽ ഇരിക്കുന്ന നിങ്ങൾ വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾക്ക് ഇതുവരെ യാതൊരു കോൺടാക്റ്റ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കിട്ടിയിട്ടില്ല, നിങ്ങളിപ്പോഴും ഈഗർലി വെയിറ്റിംഗ് ആയിട്ട് അവർക്കായി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് അത് കുറച്ചുകൂടെ റെസനേറ്റ് ആവുക. അപ്പോൾ ക്ലൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്കത് റെസനേറ്റ് ആണോ എന്ന് നോക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.